അള്ളിയ സുഖം സുന്ദരം കൊറേ ആയാലും കണ്ടിട്ട്. ഓൾമോസ്റ്റ് ഒരു 1 year ആയി വന്നിട്ട്. മൈൻഡ് സെറ്റ് അല്ലായിരുന്നു. ചില്ല് ചെയ്യണം. ചില്ലി എന്താ ഉള്ളേ? എല്ലാം നമ്മൾ സെറ്റ് ചെയ്യാലോ. നമ്മ സെറ്റ് ചെയ്തേക്കാം. എന്നാ പരിപാടി? ഒരെണ്ണം എടുത്താലോ? കഴിഞ്ഞില്ലേ? വേറെ സാധനമുള്ള നമ്മളൊരു സാധനം ഉണ്ട്. സാധനം പറഞ്ഞ വെറൈറ്റി ആണോ? ഞാനിതൊരു നമ്മളെ യൂഷ്വൽ കവട്ടയല്ല ഒരു സാമാനം എടുത്തിട്ടില്ല. ഞാൻ അവിടെ നൈസായിട്ട് ഇരുന്നിട്ട് സെറ്റ് ചെയ്യാം. ഏനാ സാധനം തന്നെ സെറ്റ്. ആരാളി വിളിക്കുന്നല്ലോ? ഹലോ, സുഖം. ധാരായിരുന്നു? ആ മച്ചാനെ പറഞ്ഞേ, കൊറേ ആയാലും കണ്ടിട്ട്. ഞാൻ ഇവിടെ പോസ്റ്റൊക്കെ അടിച്ച് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ എന്നാ പരിപാടി? നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. എപ്പോഴാ ഇറങ്ങണ്ടേ? എനിക്ക് നിങ്ങളുടെ വീട് ഇപ്പൊ കറക്റ്റ് കിട്ടുന്നില്ലല്ലോ. ലൊക്കേഷൻ ഇട്ടേക്കാവോ? മച്ചാനെ ഇറങ്ങുമ്പം പോസ്റ്റ് ഉണ്ട്. എൻ്റെ കൂടെ ഒരു മച്ചാനും കൂടെ ഉണ്ട്. അത് കൊണ്ടുവരുന്നത് പോസ്റ്റ് ഇല്ലല്ലോ. ഫ്രണ്ടാ, നമ്മുടെ ചങ്ക. ഓക്കെ. ഓക്കെ എന്നാ സെറ്റ്. ഞാൻ വിളിച്ചേക്കാം. എന്റെ അള്ളിയ എന്ത് പോസ്റ്റ്? എന്റെ അള്ളി നീ എന്നെ പോസ്റ്റ് അളിയാ? എന്നെ ചെയ്യാനടാ. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇതല്ല സീന്. പറമ്പിൽ പോണം അവിടെ പോണെന്നൊക്കെ പറഞ്ഞ് സീനാ. തന്ത പോസ്റ്റ് ആക്കിയോ? അടി വിഷയമാണ്. അത് ഇട്ടേക്കാം. വിൽസുണ്ടേ. പിന്നെ ഇൻഡിമെന്റ് ഉണ്ട്. അല്ല ഇത് മതി. കണ്ണട ചായ ഒത്തിരി പോക്കുണ്ടോ? നമുക്ക് അങ്ങോട്ടിരിക്കാം. മറ്റേത് കുറെ നേരം ആയല്ലോ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. പുള്ളി എങ്ങനെയുണ്ട്? പോസ്റ്റ് ആണോ അതോ വൈബാണോ? ഓക്കെ അല്ലേ? കുഴപ്പമില്ല. എത്ര ചേച്ചി? ഒരു കിങ്സ്, 2 പ്ലേസ്, ഒരു ചായ. പറയാവേ. എനിക്ക് 25. പ്ലേയേഴ്സ് 11. പ്ലേയേഴ്സ് 11. 25 ചായ 53 രൂപ.
അളിയാ എഴുന്നേറ്റോ? ഞാൻ നോക്കിയല്ലോ. പിന്നെ ഞാൻ ജസ്റ്റ് റിലാക്സ് ആകാൻ വേണ്ടി ഇറങ്ങിയതാ. അളിയ നീ ഫുൾ ടൈം ട്രിപ്പായിട്ട് കണ്ട സ്ഥലം തന്നെ ആ ട്രിപ്പിൽ നിനക്ക് തോന്നുക. എന്നാ പറയാനാ, എല്ലാ സ്കീമും ഒന്ന് തന്നെയല്ലേ. ഹലോ, ഞങ്ങളിത് ഇവിടെ ഒരു കുരിശിന്റെ അടുത്തെത്തി. ഇത് ഇവിടെ നിന്ന് കുറച്ചുണ്ടോ? ഓ ദേ ഇപ്പൊ എത്തിയേക്കാം. ആ ഓക്കെ 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 എന്നാ. വാടാ, തരുമോ? എന്നാ ഉണ്ടല്ലിയാ? കൊറേ നാളായി. എന്നിട്ട് അതിൻ്റെ ഇതിലായിരുന്നോ? അളി ഇതെന്റെ ഫ്രണ്ട്. അളി ഇത് ഞാനും എന്നും പണ്ട് നൈസിൽ ഒരുമിച്ച് ഗൾഫിലായിരുന്നു. അങ്ങനെയുള്ള കമ്പനിയാ. എടാ ഞാനെങ്കിലേ ചായ എടുത്തിട്ട് വരാം. എന്നെ അളിയെന്ന് വിശേഷം? ഓ ഇന്ന് അവളുടെ ആണ്ടായിരുന്നടാ. ആ വാർത്തയിലുള്ള പെങ്ങള്. എങ്ങനെ പറ്റി? അളിയ നമ്മളിങ്ങ് വരുന്ന വഴിക്ക് ഒരു പള്ളി ഉണ്ടില്ലേ? നമ്മളിങ്ങ് വരുന്ന വഴിക്ക് അവിടെ വെച്ച് കഴിഞ്ഞ വർഷം ഏതൊരുത്തനെ ഇടിച്ചിട്ട് പോയി. അത് നമ്മൾ പോലീസിൽ കേസൊക്കെ കൊടുത്തു. പക്ഷെ ഇതുവരെ ഒരുത്തനെ കണ്ടുപിടിച്ചിട്ടില്ല. അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. നമുക്കൊന്ന് പോയാലോ? എന്നാ പോയേക്കാം. ചലിച്ചേക്ക് പോലെയാ കുറച്ച് പോകുമ്പോ എന്റെ വണ്ടി കൊണ്ട് പോക്കോ. എനിക്ക് നിന്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോക്കോ. ഞാൻ അതുകൊണ്ട് വന്നേക്കാം. ഓ ഓക്കെ എന്നാ ശരി. അടുത്ത ആഴ്ച. എടാ നാളെ എന്റെ കൂട്ടുകാരൻ വന്നിട്ട് എടുത്തോളും. വണ്ടി എടുത്തോളും. നീ എന്നാലും അവിടെ കൊണ്ടിട്ടാച്ചാ മതി. നാളത്തേക്കിന് കൂട്ടുകാരൻ വന്നോളും. ഓക്കെ അപ്പൊ ശരി. നാട്ടിൽ നിന്ന് പോയ ശേഷം ഒരു ദിവസം ഞാൻ യാദൃച്ഛികമായി നിന്റെ ഫ്രണ്ട് സൈമനെ കാണുന്നത്. നീ വിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൊന്നു ബ്രോ മച്ചാൻ്റെ ഒരു വിവരമില്ല. ട്രിപ്പ് പോയപ്പോൾ ഒരു പെണ്ണിൻ്റെ സ്കൂട്ടറിൽ നിന്റെ ബൈക്ക് ഇടിച്ചെന്നും ആ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്ത് നന്നാക്കിയിട്ട് വണ്ടി വീട്ടിൽ വെച്ചേക്ക്, കാശ് ഞാൻ ജിപേ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് മച്ചാൻ മുങ്ങിയെന്നും ഇനി നാട്ടിൽ നിന്നെ കണ്ടാൽ തീർക്കുമെന്ന് കലിപ്പിലാണ് അവൻ എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞ സമയവും കാര്യങ്ങളും വെച്ച് സെലിനെ ഇടിച്ചത് നീയാണെന്നും എനിക്ക് ഉറപ്പായി. ഇത് ടോണിയെ ഞാൻ അറിയിച്ചു. അങ്ങനെ നിന്റെ തിരിച്ചുവരവിനായി ഞങ്ങൾ കാത്തിരുന്നു. ഇന്നത്തെ ഈ യാത്ര നിന്നെ സ്കെച്ച് ചെയ്യാനുള്ള ഞങ്ങളുടെ പ്ലാനായിരുന്നു.
എടാ, ഇന്നത്തെ ഈ യാത്ര നിനക്കുള്ള ശിക്ഷയാണ്. അതെന്താണെന്ന് നിനക്കറിയാമോ? കഴിഞ്ഞ വർഷം നീ വണ്ടി ഇടിച്ചു കൊന്ന എൻ്റെ ആത്മാവിന് വേണ്ടി ഇന്ന് എൻ്റെ ഓർമ്മ ദിവസം. നീ ലേവ്യറുടെ പുസ്തകം 24:17 വായിച്ചിട്ടില്ലേ? മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. നിനക്ക് ആ ശിക്ഷ ഇന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു.